ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള പ്രചരണം കൊഴുക്കുന്നു. ആരോപണ പ്രത്യാരോപണങ്ങൾ നിറഞ്ഞ ചേലക്കര പോര് ക്ലൈമാക്സിലേക്ക്. കൊടകര കുഴൽപ്പണക്കേസിൽ തനിക്കെതിരെ നുണപ്രചരണം തുടർന്നാൽ ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വരുമെന്ന് BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ്. ശോഭാ സുരേന്ദ്രനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച് തിരൂർ സതീഷ്. ആരോപണം നിഷേധിച്ച് ശോഭാ സുരേന്ദ്രൻ. ഷൊർണൂരിൽ ട്രെയിൻ തട്ടിയുണ്ടായ അപകടത്തെ തുടർന്ന് കാണാതായയാളുടെ മൃതദേഹം കണ്ടെത്തി. സേലം സ്വദേശി ലക്ഷ്മണന്റെ മൃതദേഹമാണ് ഭാരതപ്പുഴയിൽ കണ്ടെത്തിയത്. ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 4 ആയി. ഗുരുവായൂരിൽ ലോട്ടറി വിൽപ്പനക്കാരിയായ വയോധികയെ ആക്രമിച്ച് ലോട്ടറിയും പണവും കവർന്നു. ഗുരുവായൂർ സ്വദേശിനി തങ്കമണിയാണ് ആക്രമണത്തിനിരയായത്. പ്രതികളെ ഉടൻ പിടികൂടണമെന്നാവശ്യപ്പെട്ട് ലോട്ടറി വിൽപ്പനക്കാർ പ്രകടനം നടത്തി. ഇരിങ്ങാലക്കുട കരുവന്നൂരിൽ വീട് കയറി കുടുംബത്തെ ആക്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. കരുവന്നൂർ സ്വദേശി അനൂപാണ് അറസ്റ്റിലായത്. കുണ്ടളം വെള്ളാനിയിൽ മദ്യലഹരിയിൽ യുവാവ് വീടിന് തീയിട്ടു. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള പ്രചരണം കൊഴുക്കുന്നു. ആരോപണ പ്രത്യാരോപണങ്ങൾ നിറഞ്ഞ പോര് ക്ലൈമാക്സിലേക്ക്. തൃശൂർ പൂരം കലക്കൽ വിവാദം, കൊടകര കുഴൽപ്പണക്കേസ്, ഒറ്റത്തന്ത പരാമർശം തുടങ്ങിയ വിവാദങ്ങളും മുന്നണികൾക്ക് മുൻപിൽ മൂർച്ചയേറിയ പ്രചരണായുധങ്ങളായി മാറി. മണ്ഡലത്തിലെ മുക്കിലും മൂലയിലുമുള്ള ഓരോ വോട്ടർമാരെയും നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനായി KPCC UDF നേതാക്കൾ നേരിട്ട് കളത്തിലിറങ്ങി പ്രചരണത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. ചെറുതുരുത്തി സംഘർഷവുമായി ബന്ധപ്പെട്ട് KPCC പ്രസിഡന്റ് K സുധാകരന്റെ പരാമർശം വിവാദമായതോടെ ഞായറാഴ്ച ചേലക്കരയിൽ സംഘടിപ്പിച്ച കുടുംബ സംഗമത്തിൽ പങ്കെടുക്കാൻ KPCC പ്രസിഡന്റ് സുധാകരൻ എത്തിയില്ല. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എത്തിയതിനാലാണ് KPCC പ്രസിഡന്റ് K സുധാകരൻ എത്താതിരുന്നതെന്നാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന വിശദീകരണം. LDF സ്ഥാനാർത്ഥി UR പ്രദീപിനായി സംസ്ഥാനത്തെ മന്ത്രിപ്പടയും LDF നേതാക്കളും എണ്ണയിട്ട യന്ത്രം പോലെ പടക്കളത്തിലുണ്ട്. BJP സ്ഥാനാർത്ഥി K ബാലകൃഷ്ണനായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിലുള്ള നേതാക്കളാണ് പട നയിക്കുന്നത്. പ്രചരണം അവസാന നാളുകളിലേക്ക് കടന്നതോടെ കൂടുതൽ നേതാക്കളെ എത്തിച്ച് പ്രചാരണം കൂടുതൽ ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് മുന്നണി നേതൃത്വങ്ങൾ. TCV ന്യൂസ്, ചേലക്കര. ചേലക്കര നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥി UR പ്രദീപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വരവൂർ തളി മേഖല CITU കുടുംബസംഗമം നടത്തി. തിച്ചൂർ വായനശാലയിൽ നടന്ന കുടുംബസംഗമം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ പുത്തലത്ത് ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. CITU തളി മേഖലാ പ്രസിഡന്റ് P ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു. CPM എറണാകുളം സെക്രട്ടേറിയറ്റ് മെമ്പർ ദേവദർശൻ, തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം ബാലാജി M പാലിശ്ശേരി, CITU ജില്ലാ കമ്മിറ്റി അംഗം KM മൊയ്തു തുടങ്ങിയവർ സംസാരിച്ചു. ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കേരള ഡെമോക്രാറ്റിക് പാർട്ടി സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച കലാജാഥ പഴയന്നൂരിൽ കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റൻ സുരേഷ് വേലായുധൻ അധ്യക്ഷത വഹിച്ചു. MLA മാണി സി കാപ്പൻ, എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, KDP സംസ്ഥാന പ്രസിഡന്റ് KJ ജോസ്മോൻ, സലീം P മാത്യു, കടകംപള്ളി സുഗു, സിബി തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. കൊടകര കുഴൽപ്പണക്കേസിൽ തനിക്കെതിരെ നുണപ്രചരണം തുടർന്നാൽ ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വരുമെന്ന് BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ്. തിരൂരിൽ വീട്ടിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. K സുരേന്ദ്രന്റെ കള്ളപ്പണക്കാരുമായി ബന്ധമെന്നും ശോഭാ സുരേന്ദ്രൻ തന്റെ പേര് CPM-മായി ചേർത്ത് പറഞ്ഞതിൽ സഹതാപമാണെന്നും സതീഷ് പറഞ്ഞു. ശോഭാ സുരേന്ദ്രൻ എന്നുള്ളൊരു പേര് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഉച്ചരിച്ചിട്ടുണ്ടാകും. പിന്നെ എന്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ സതീശൻ CPM വിലക്ക് മേടിച്ച ആളാണ്? മൊയ്തീന്റെ വീട്ടിൽ പോയിട്ട് കൂടിക്കാഴ്ച നടത്തി. തൃശ്ശൂർ ഏത് ബാങ്ക് സൊസൈറ്റി ബാങ്കിൽ നിന്നാണ് സതീശൻ വായ്പ എടുത്തിട്ടുള്ളത്? ആ ബാങ്കിൽ എങ്ങനെയാണ് ഈ കുറച്ച് നാളുകൾക്കുള്ളിൽ കൂടുതൽ തുക ഡെപ്പോസിറ്റ് ചെയ്തത്? അതായത് ശോഭ സുരേന്ദ്രൻ മനസ്സിലാക്കേണ്ട കാര്യം, കേരളത്തിലെ ഈ സുരേന്ദ്രൻ അങ്ങനത്തെ ആളുകളെ കാണുന്ന പോലെയുള്ള ഒരു പിക്ചർ അല്ലായിരുന്നു ജനങ്ങളുടെ മുന്നിൽ ശോഭ സുരേന്ദ്രൻ. കുറച്ചും കൂടി ഒരു വ്യക്തതയുള്ള ഒരു നേതാവായിരുന്നു. പ്രവർത്തകർക്ക് ഒരു ധാരണയുണ്ടായിരുന്നു. ആ ധാരണ ലംഘിക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഇവര് പറയുന്ന നുണകൾ ഏറ്റെടുത്ത് ഈ ശോഭ ചേച്ചി പറയണ? എനിക്ക് സഹതാപമാണ് തോന്നുന്നത്. 9 കോടി രൂപയാണ് BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വന്നതെന്നും സതീഷ് ആരോപിച്ചു. 6 കോടി എന്ന ധർമ്മരാജന്റെ മൊഴി തെറ്റാണെന്നും സതീഷ് കൂട്ടിച്ചേർത്തു. കോഴപ്പണം സംബന്ധിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ എന്ന് ശോഭാ സുരേന്ദ്രൻ തുറന്നു പറഞ്ഞിരുന്നു. ഡിസംബറിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇക്കാര്യം ഈ സമയം പറഞ്ഞാൽ തനിക്ക് ഗുണമുണ്ടാകുമെന്നും തനിക്ക് അധ്യക്ഷ സ്ഥാനം കിട്ടിയാലോ എന്നും ശോഭ പറഞ്ഞിരുന്നുവെന്ന് സതീഷ് പറയുന്നു. കള്ളപ്പണക്കാർ എന്തിനാണ് K സുരേന്ദ്രനെ വിളിക്കുന്നതെന്ന് തിരൂർ സതീഷ് ചോദിച്ചു. ധർമ്മരാജൻ നേരത്തെ പണമെത്തിച്ചപ്പോൾ
1 കോടി സുരേന്ദ്രന് നൽകി. ധർമ്മരാജൻ ഇക്കാര്യം തന്നോട് പറഞ്ഞിരുന്നു. കണ്ട കാര്യങ്ങൾ പറയേണ്ടി വന്നാൽ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരുമെന്നും തിരൂർ സതീഷ് വ്യക്തമാക്കി. പിന്നെ കെ സുരേന്ദ്രൻ പറയുന്നത് ഈ ജില്ലാ അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ടല്ലോ, 2 വർഷം മുന്നേ പുറത്താക്കിയത് ജില്ലാ അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ടെന്ന്. ഈ കെ സുരേന്ദ്രനെ കുറിച്ച് എനിക്ക് എല്ലാവർക്കും അറിയാം. ആള് പറഞ്ഞു കൈകൾ ശുദ്ധമാണ്, സതീശനല്ലേ അത് എന്തെങ്കിലും പറഞ്ഞോട്ടെ, അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഭാഷ. ഞാൻ ഒരു കാര്യം ചോദിച്ചു, ഈ കെ സുരേന്ദ്രനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണമെന്നല്ലേ? കെ സുരേന്ദ്രനെ എങ്ങനെയാണ് വയനാട് എസ്റ്റേറ്റിൽ എന്തിനെ പിടിച്ച് പുറത്താക്കിയത്? പരമുറിച്ച് വിട്ടിട്ടല്ലേ? നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ? കെ സുരേന്ദ്രൻ എന്തിനാണ് പിടിച്ച് മാറ്റിയത് അല്ലേ? പിന്നെ ഈ കുഴൽപ്പണ കേസ് കൊടകരയിൽ റോബറി നടന്നു. ഈ റോബറി നടന്ന സമയത്ത് ആരാണ് ഈ ധർമ്മരാജൻ ആരെയാണ് ആദ്യം ഫോണിൽ ബന്ധപ്പെട്ടത്? പോലീസ് കുറ്റപത്രത്തിൽ കൊടുത്തിട്ടില്ലേ? ധർമ്മരാജ് നിങ്ങൾ അത് ടിവിയിൽ എഴുതി കാണിക്കുന്നില്ലേ? ധർമ്മരാജ് ബന്ധപ്പെട്ടത് കെ സുരേന്ദ്രനെ അദ്ദേഹത്തിന്റെ മകനെയാണ്. എന്താ ഈ കള്ളപ്പണക്കാരനായിട്ട് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ത് ബന്ധമുള്ളത്? ഞാനിതെല്ലാം സത്യങ്ങൾ തുറന്നു പറയുന്നത്. ഞാനൊരു RSS കാരനായിരുന്നു. അതിന്റെ ആദർശങ്ങൾ പറയുമ്പോ ഈ തെണ്ടിത്തരങ്ങൾക്കൊന്നും എനിക്ക് കൂട്ടുനിൽക്കാൻ പറ്റില്ല. TCV തൃശൂർ. കൊടകര കുഴൽപ്പണ കേസിലെ പുതിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ BJP ഓഫീസ് മുൻ സെക്രട്ടറി തിരൂർ സതീഷിന്റെ മൊഴി അന്വേഷണ സംഘം ചൊവ്വാഴ്ചയെടുക്കും. നേരത്തെ തിങ്കളാഴ്ച മൊഴിയെടുക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥന് തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ ഹാജരാകേണ്ടതിനാലാണ് മൊഴിയെടുപ്പ് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയത്. കൊടകര കുഴൽപ്പണ കേസ് നേരത്തെ അന്വേഷിച്ചിരുന്ന DYSP VK രാജുവിന്റെ നേതൃത്വത്തിലാണ് മൊഴിയെടുക്കുക. പോലീസ് നേരത്തെ സമർപ്പിച്ച കുറ്റപത്രങ്ങളിൽ പുതിയ തെളിവുകൾ ലഭിച്ചാൽ തുടരന്വേഷണം വേണ്ടിവരുമെന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ മാസം 29-ാം തീയതിയാണ് കൊടകര കുഴൽപ്പണ കേസിൽ തിരൂർ സതീഷ് പുതിയ വെളിപ്പെടുത്തൽ നടത്തിയത്. ഇതേ തുടർന്ന് നിയമോപദേശം തേടിയ സർക്കാർ തുടരന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ തന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് സതീഷ് അറിയിച്ചതിനെ തുടർന്ന് ശനിയാഴ്ച മുതൽ സതീഷിന്റെ വീടിന് പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരൂർ സതീഷ് CPM വാടകയ്ക്കെടുത്ത ചാവേറാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ. സുരേഷ് ഗോപിക്കെതിരായ പോലീസ് കേസ് നേരിടുമെന്നും അനീഷ് കുമാർ പറഞ്ഞു. CPMന്റെ തിരക്കഥയ്ക്കനുസരിച്ചുള്ള സതീശന്റെ ആരോപണങ്ങൾ തരം താണതാണ്. സതീശനെ സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിൽ പുറത്താക്കിയതാണ്. BJPയെ അടിക്കാനുള്ള വടിയായിട്ടാണ് CPM സതീശനെ ഉപയോഗിക്കുന്നത്. കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. അദ്ദേഹം CPM വാടകയ്ക്കെടുത്തിട്ടുള്ള ഒരു ചാവേറ് മാത്രമാണ്. അപ്പൊ CPM പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പുലമ്പിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിൽ ഓഫീസിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഇനി എന്തു പറഞ്ഞാലും അതിന് ഞങ്ങൾ ഒരു വിലയും കൽപ്പിക്കുന്നില്ല. സുരേഷ് ഗോപിക്കെതിരായ കേസ് നേരിടും. പൂരത്തിനും തൃശൂരിനും വേണ്ടി എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. പൂരം വെടിക്കെട്ട് നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത സുരേഷ് ഗോപിയോട് കടുത്ത വിരോധമുണ്ട് CPMനും CPIക്കും. ആ വിരോധത്തിൽ നിന്നാണ് ഈ പരാതി ഉണ്ടായിട്ടുള്ളത്. ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ തന്നെ വസ്തുതാവിരുദ്ധമാണ്. തൃശൂർ സ്വരാജ് റൗണ്ടിൽ വന്ന സമയത്ത് മാത്രമാണ് അവിടെ മറ്റു വാഹനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ഒരു സാഹചര്യത്തിൽ മാത്രം ആണ് അദ്ദേഹം ആ ആംബുലൻസ് ഉപയോഗിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് നടക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. തൃശൂർ പൂരം മുടങ്ങാതിരിക്കാൻ വേണ്ടി, തൃശൂർക്കാർക്ക് വേണ്ടി അങ്ങനെ ഒരു കേസ് ഏറ്റെടുക്കാനും അതിനേത് ശിക്ഷ അനുഭവിക്കാനും സുരേഷ് ഗോപി തയ്യാറാവും. ശോഭാ സുരേന്ദ്രന് തൃശൂർ പാർട്ടി ഓഫീസിൽ വിലക്കുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ശോഭാ സുരേന്ദ്രന് മാത്രമല്ല ഒരാൾക്കും വിലക്കില്ലെന്ന് അനീഷ് കുമാർ പറഞ്ഞു. ഒരു വിലക്കുലി എന്ത് വിവരക്കേടാണ് പറയണത്? അവർ BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷയാണ്. അവർക്ക് BJP ഓഫീസിൽ കയറാൻ BJP ജില്ലാ പ്രസിഡന്റിന്റെ അനുമതി വേണോ? BJP ഓഫീസ് BJPയുടെയാണ്. അത് അവിടെ ആർക്കും കയറി വരാം, പൊതുജനങ്ങൾക്ക് കയറി വരാം. ഒരാളെയും ഇന്ന് വരെ BJP ഓഫീസിൽ തടഞ്ഞ ചരിത്രമില്ല. TCV തൃശൂർ. കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിന്റെ ആരോപണം നിഷേധിച്ച് ശോഭാ സുരേന്ദ്രൻ. തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ. ആരോപണങ്ങൾക്ക് പിന്നിലെ തിരക്കഥ AKG സെന്ററിൽ നിന്നാണ്. തിരക്കഥയ്ക്ക് നാവു മാത്രമാണ് തിരൂർ സതീശൻ. സതീശനെ CPM വിലക്കെടുത്തെന്നും BJPയെ തകർക്കാനുള്ള CPM ശ്രമമാണിതെന്നും ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു. ഭാരതീയ ജനതാ പാർട്ടിക്കകത്ത് വലിയ രീതിയിലുള്ള തർക്കങ്ങളുണ്ടെന്നും ആ തർക്കങ്ങളിലൂടെ കേരള ഘടകത്തെ ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ പരിശ്രമിക്കുന്നുണ്ടെന്നും വരുത്തി തീർക്കാൻ വേണ്ടി AKG സെന്റർ ഒരുക്കിയിട്ടുള്ള ആ തിരക്കഥയ്ക്ക് നാവ് മാത്രമാണ് സതീശന്റെ. നാവ് സതീശന്റെ ആണെങ്കിലും പ്രവർത്തിക്കുന്നത് AKG സെന്ററാണ്. CPM ഉപകരണം മാത്രമാണ് സതീഷ്. അതേസമയം താൻ നൂലിൽ കെട്ടിയിറങ്ങി വന്ന നേതാവല്ലെന്നും
BJPയുടെ പ്രസിഡന്റാകാൻ തനിക്ക് എന്താണ് അയോഗ്യതയെന്നും ശോഭാ സുരേന്ദ്രൻ ചോദിച്ചു. ശോഭാ സുരേന്ദ്രന് സംസ്ഥാന പ്രസിഡന്റ് ആകാൻ വേണ്ടിയിട്ട് സതീശനെ കൊണ്ട് ഇക്കാര്യം പറയിപ്പിക്കുകയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു തിരക്കഥ ആരാ സൃഷ്ടിക്കുന്നത്? എന്താ ശോഭാ സുരേന്ദ്രന് സംസ്ഥാന പ്രസിഡന്റ് ആവാനുള്ള അയോഗ്യത എന്താണ് അയോഗ്യത? വാർത്താ സമ്മേളനത്തിനിടെ EP ജയരാജനെതിരെയും ആരോപണമുയർത്തിയ ശോഭാ സുരേന്ദ്രൻ ജയരാജനെ രാമനിലയത്തിൽ വെച്ച് കണ്ടെന്നുള്ള ഡയറി രേഖകളും പുറത്തുവിട്ടു. മാധ്യമങ്ങൾക്കെതിരെ വിമർശനമുന്നയിച്ച ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങൾ അപമാനിക്കാൻ ശ്രമിക്കുന്നതായും പറഞ്ഞു. വളരെ നല്ല ആളാണ്. ശോഭ ചേച്ചിയോട് സഹതാപമുണ്ട്. എന്തിനാണ് സഹതാപം? ഭാരതീയ ജനതാ പാർട്ടിയുടെ തൃശൂർ ഓഫീസിലേക്ക് ശോഭാ സുരേന്ദ്രനെ കയറ്റണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഓഫീസ് അടച്ചിടാൻ പറഞ്ഞു എന്നാണ് വേറൊരു കഥ സതീശൻ പറയുന്നത്. ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന കേരള രാഷ്ട്രീയത്തിൽ എന്റെ പ്രസ്ഥാനത്തിന് വേണ്ടി ചോരയും നീരും കൊടുത്ത് ഈ പ്രസ്ഥാനത്തെ വളർത്തിയെടുത്ത എന്നെ ഏതെങ്കിലും ഒരു പാർട്ടി ഘടകത്തിന്റെ ഓഫീസ് വാതിലടച്ചിടാൻ ആരെങ്കിലും പറയുമെന്ന് മാധ്യമ സുഹൃത്തുക്കൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ ആർക്കാ പറയാൻ സാധിക്കുക? TCV ന്യൂസ്, തൃശൂർ. ഷൊർണൂരിൽ ട്രെയിൻ തട്ടിയുണ്ടായ അപകടത്തെ തുടർന്ന് കാണാത്തയാളുടെ മൃതദേഹം കണ്ടെത്തി. സേലം സ്വദേശി ലക്ഷ്മണന്റെ മൃതദേഹമാണ് ഭാരതപ്പുഴയിൽ ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം നടത്തിയ തിരച്ചിലിൽ കണ്ടെത്തിയത്. ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 4ആയി. മൃതദേഹത്തിൽ പരിക്കേറ്റ പാടുകളില്ല. ട്രെയിൻ വരുന്നത് കണ്ട് പുഴയിലേക്ക് ചാടിയതെന്നാണ് സംശയം. ശനിയാഴ്ച വൈകിട്ടാണ് ഇതര സംസ്ഥാന തൊഴിലാളികളായ 4 പേരെ കേരള എക്സ്പ്രസ് ട്രെയിൻ തട്ടിയത്. സേലം അയോധ്യാപട്ടണം സ്വദേശികളായ ലക്ഷ്മണൻ, ഭാര്യ വള്ളി, റാണി എന്നിവർ സംഭവ ദിവസം മരിച്ചിരുന്നു. അതേസമയം റെയിൽവേയുടെ സുരക്ഷാ വീഴ്ചയാണ് അപകടത്തിന് കാരണമെന്ന് റെയിൽവേ കോൺട്രാക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ ആരോപിച്ചു. പാലത്തിൽ സിഗ്നൽ ഉണ്ടായിരുന്നില്ലെന്നും റെയിൽവേക്കെതിരെ കേസെടുക്കണമെന്നും യൂണിയൻ ആവശ്യപ്പെട്ടു. റെയിൽവേ വർക്കേഴ്സ് യൂണിയനും റെയിൽവേക്കെതിരെ ആരോപണവുമായി രംഗത്തെത്തി. ഗുരുവായൂരിൽ ലോട്ടറി വിൽപ്പനക്കാരിയായ വയോധികയെ ആക്രമിച്ച് 2000 രൂപയുടെ ലോട്ടറിയും 500 രൂപയും കവർന്നു. ഗുരുവായൂർ സ്വദേശിനി ഐനിക്കുളങ്ങര വീട്ടിൽ തങ്കമണിയാണ് ആക്രമണത്തിനിരയായത്. പന്തായിൽ അയ്യപ്പക്ഷേത്രത്തിന്റെ സമീപത്തെ വിൽപ്പന കഴിഞ്ഞ് ലോട്ടറി വാങ്ങി താമസ സ്ഥലത്തേക്ക് പോകുന്നതിനിടയിലാണ് ബൈക്കിൽ വന്ന 2 പേർ വയോധികയെ തള്ളിയിട്ട് ലോട്ടറിയും പണവും തട്ടിയെടുത്തത്. വീഴ്ചയിൽ കല്ലിൽ തട്ടി തലപൊട്ടിയ തങ്കമണി ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകി. ഇത് 3ാം തവണയാണ് ആക്രമണത്തിനിരയാകുന്നതെന്ന് തങ്കമണി പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രനഗരിയിൽ ലോട്ടറി വിൽപ്പനക്കാർ ആക്രമണത്തിനിരയാവുകയും കബളിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് പതിവാണ്. 300ഓളം പേരാണ് ക്ഷേത്ര പരിസരത്ത് ലോട്ടറി വിൽപ്പന നടത്തി ജീവിക്കുന്നത്. ലോട്ടറി വിൽപ്പനക്കാരിയെ ആക്രമിച്ച് ലോട്ടറിയും പണവും കോർന്ന പ്രതികളെ ഉടൻ പിടികൂടണമെന്നാവശ്യപ്പെട്ട് ലോട്ടറി വിൽപ്പനക്കാർ ഗുരുവായൂരിൽ പ്രകടനം നടത്തി. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രകടനം നടത്തിയത്. തുടർന്ന് നടന്ന പ്രതിഷേധ പൊതുയോഗം യൂണിയൻ ഏരിയ സെക്രട്ടറി M. ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ലോട്ടറി വിൽപ്പനക്കാർക്ക് നേരെ നടക്കുന്ന ആക്രമണത്തിൽ പോലീസ് നിസ്സംഗത പാലിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ലോട്ടറി വിൽപ്പനക്കാർക്ക് നേരെ നടക്കുന്ന ആക്രമണം തടയാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മേഖലാ വൈസ് പ്രസിഡന്റ് KM. രാജൻ അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് ജെയിംസ് മുട്ടത്ത്, സെക്രട്ടറി MT മണികണ്ഠൻ, PT മല്ലിക, S. ബബിത തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട കരുവന്നൂരിൽ വീട് കയറി കുടുംബത്തെ ആക്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. കരുവന്നൂർ സ്വദേശി കുന്നമ്മത്ത് വീട്ടിൽ അനൂപിനെയാണ് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി KG. സുരേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. കരുവന്നൂർ സ്വദേശിയായ സൗമീഷിനെയും കുടുംബത്തെയും വീട് കയറി ആക്രമിച്ച കേസിലാണ് അറസ്റ്റ്. കഴിഞ്ഞ ജൂലൈ 21-ാം തീയതി മദ്യലഹരിയിൽ സ്കൂട്ടർ ഓടിച്ച് വീടിന്റെ ഗേറ്റ് ഇടിച്ചു തുറന്ന് കരുവന്നൂർ സ്വദേശിയായ സൗമീഷിനെയും കുടുംബത്തെയും വീട് കയറി ആക്രമിക്കുകയായിരുന്നു. സംഭവശേഷം മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് മുങ്ങിയ അനു പല സ്ഥലങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് പെരുമ്പാവൂരിൽ ഇയാൾ ഒളിച്ചു താമസിച്ച കെട്ടിടം പോലീസ് കണ്ടെത്തിയത്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കൂട്ടത്തിലാണ് ഇയാൾ ഒളിവിൽ താമസിച്ചിരുന്നത്. ഇരിങ്ങാലക്കുട ഇൻസ്പെക്ടർ അനീഷ് കരീം, SI ആൽബി തോമസ്, മുഹമ്മദ് റാഷി, EN സതീശൻ, സീനിയർ CPOമാരായ ES ജീവൻ, രാഹുൽ അമ്പാടൻ, CPO KS ഉമേഷ്, PK കമൽ കൃഷ്ണ എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. പ്രതിയെ സംഭവസ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. കാരളം വെള്ളാനിയിൽ മദ്യലഹരിയിൽ യുവാവ് വീടിന് തീയിട്ടു. വെള്ളാനി സ്വദേശി ബബീഷാണ് ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ച് വീടിന് തീയിട്ടത്. അടുക്കളയിലെ വാതിൽ, ജനൽ എന്നിവ കത്തിനശിച്ചു. ഇരിങ്ങാലക്കുടയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് തീ നിയന്ത്രണ വിധേയമാക്കി. കാട്ടൂർ പോലീസ് സ്ഥലത്തെത്തി ബബീഷിനെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. ഒളിമ്പിക്സ് മാതൃകയിൽ ലോക ചരിത്രത്തിൽ ആദ്യമായി നടക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ദീപശിഖ പ്രയാണത്തിന് ചാലക്കുടി കാർമൽ ഹൈസ്കൂളിൽ സ്വീകരണം നൽകി. ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ്
ടെന്നീസ് ടൂർണമെന്റ് ജേതാവ് ഷാരോൺ വി തോമസ്, ഭിന്നശേഷി വിദ്യാർത്ഥി ആന്റോ പോൾ എന്നിവർ ചേർന്ന് ദീപശിഖ പ്രയാണത്തെ സ്വീകരിച്ചു. തുടർന്ന് നടന്ന യോഗം അക്കാദമിക് ജോയിന്റ് ഡയറക്ടർ എ അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ AK അജിതകുമാരി അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ നിഷ PB, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷൈല, AEOമാരായ സുരേഷ് KK, ജില്ലാ കോർഡിനേറ്റർ AS മിഥുൻ തുടങ്ങിയവർ സംസാരിച്ചു. മുനമ്പം വഖഫ് ഭൂമി പ്രശ്നം രണ്ട് മതസമൂഹങ്ങൾ തമ്മിലുള്ള വിഭാഗീയതയാക്കി മാറ്റാൻ ചിദ്രശക്തികൾ ശ്രമിക്കുമ്പോൾ പ്രശ്നപരിഹാരത്തിനുള്ള യാതൊരുവിധ ശ്രമവും നടത്താൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി S ഇർഷാദ് ആരോപിച്ചു. വിദ്വേഷ പ്രചാരണങ്ങളിലൂടെ രാജ്യത്തെ രാഷ്ട്രീയമായും വംശീയമായും വിഭജിക്കുവാനുള്ള ഫാസിസ്റ്റുകളുടെ കുൽസിത ശ്രമങ്ങൾക്കുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ മൗനാനുവാദവും പിന്തുണയുമാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മതിലകം പുതിയകാവിൽ നടന്ന വെൽഫെയർ പാർട്ടി കയ്പമംഗലം മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മണ്ഡലം പ്രസിഡന്റ് EA റഷീദ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി PH അമീർ അലി, ട്രഷറർ അമീന ബീഗം, ഫ്രട്ടേണിറ്റി യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന സെക്രട്ടറി മുഫീദ്, ജില്ലാ വൈസ് പ്രസിഡന്റ് നവാസ് എടവിലങ്ങ്, സെക്രട്ടറി റഫീഖ് കാദിക്കോട് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ജനവിഭാഗങ്ങൾക്ക് തന്നെയാണ് പോകുന്നതെന്നും അത് സാധാരണ ഫണ്ടല്ല എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അത് അങ്ങനെ അല്ല എന്ന് പറയാം. ഇടതുപക്ഷം സംസ്ഥാനത്ത് ഭരണത്തിലെത്തുമ്പോൾ മാത്രമാണ് അവശത അനുഭവിക്കുന്നവർക്ക് പ്രഥമ പരിഗണന നൽകുന്നതെന്ന് മന്ത്രി ഡോക്ടർ R ബിന്ദു പറഞ്ഞു. കാട്ടൂരിലെ CPM നേതാവായിരുന്ന KK കുഞ്ഞുമൊയ്തീൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ മോശമായി ചിത്രീകരിക്കുന്ന പ്രവൃത്തിയാണ് RSSും BJPയും ചെയ്യുന്നതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV ലത അധ്യക്ഷയായിരുന്നു. CPM ഏരിയ കമ്മിറ്റി അംഗം NB പവിത്രൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് BM കമറുദ്ദീൻ, KS സുലോചന, സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി കുറ്റിക്കാട് ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDF നേതൃത്വം നൽകുന്ന നിലവിലെ ഭരണസമിതിയായ സഹകരണ ജനാധിപത്യ മുന്നണി പാനൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. കുറ്റിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ, കുണ്ടുകുഴിപ്പാടം SNUP സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു പോളിംഗ് നടന്നത്. കനത്ത പോലീസ് ബന്ദോബസ്തിലായിരുന്നു പോളിംഗ് നടപടികൾ. സഹായിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇല്ലാത്തതിനാൽ വ്യാപാരി സമൂഹം രാഷ്ട്രീയ ശക്തിയായി മാറുമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പറഞ്ഞു. മാള യൂണിറ്റിന്റെ പുതിയ വ്യാപാര ഭവൻ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാരുകളെ സ്വാധീനിച്ച് കോർപ്പറേറ്റുകൾ പുതിയ നിയമങ്ങൾ സൃഷ്ടിച്ച് ചെറുകിട കച്ചവടക്കാരെ ഇല്ലാതാക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് ചെറുകിട കച്ചവടക്കാരെ ദ്രോഹിക്കുന്നതെന്നും രാജു അപ്സര കൂട്ടിച്ചേർത്തു. മാള യൂണിറ്റ് പ്രസിഡന്റ് PT പാപ്പച്ചൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് KB അബ്ദുൽ ഹമീദ് വ്യാപാര ഭവൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഹാൾ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ട്രഷറർ ജോയ് മുത്തേടൻ ഭദ്രം കുടുംബസുരക്ഷാ പദ്ധതിയിലെ സഹായധനം വിതരണം ചെയ്തു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ജോസഫ്, മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ, വാർഡ് മെമ്പർ ഉഷ ബാലൻ, ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി KI നജാഹ്, MB സെയ്തു തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. വിവാഹത്തിനും ദർശനത്തിനും ഒരുപോലെയാണ് തിരക്ക് അനുഭവപ്പെട്ടത്. 192 വിവാഹങ്ങൾ ക്ഷേത്ര സന്നിധിയിൽ നടന്നു. 584 കുട്ടികൾക്ക് ചോറൂണും നൽകി. വരി നിൽക്കാതെ ദർശനം നടത്തുന്നതിനായി നെയ്വിളക്ക് ഷീട്ടാക്കിയ വകയിൽ 28,33,140 രൂപ ദേവസ്വത്തിന് ലഭിച്ചു. 23,900,000 രൂപയുടെ തുലാഭാരമാണ് ഭക്തർ നടത്തിയത്. വഴിപാടിനത്തിൽ മാത്രമായി 84,33,059 രൂപയാണ് ഞായറാഴ്ച ക്ഷേത്രത്തിൽ ലഭിച്ചത്. ഗുരുവായൂർ ക്ഷേത്രം താൽക്കാലിക ജീവനക്കാരന് കുത്തേറ്റു. പാലുവായി മേലമ്പാട്ട് വീട്ടിൽ രമേശിനാണ് കുത്തേറ്റത്. ബസ് സ്റ്റാൻഡ് പരിസരത്താണ് സംഭവം. 3 പേരടങ്ങിയ സംഘം കത്തികൊണ്ട് കുത്തിയതിനു ശേഷം ഓടിപ്പോയതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. രമേശ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇളവള്ളി പഞ്ചായത്തിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന കൃത്രിമ തടാകം പഠന വിഷയമാക്കി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ. തലക്കോട്ടുകര വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിലെ ബിടെക് സിവിൽ വിഭാഗം അവസാന വർഷ വിദ്യാർത്ഥികളാണ് ഇളവള്ളി ശുദ്ധജല തടാകത്തെക്കുറിച്ച് പഠന റിപ്പോർട്ട് തയ്യാറാക്കിയത്. പഞ്ചായത്തിലെ ഭൂഗർഭജല സാധ്യതകളെക്കുറിച്ച് നടത്തിയ സർവേ റിപ്പോർട്ടിന് പരിഹാരമായാണ് കൃത്രിമ തടാകത്തെ കാണുന്നതെന്ന് വിദ്യാർത്ഥികളായ പവൽ B കുറ്റിക്കാട്, MP രശ്മി, ശില്പ ടെൻസൻ, NK ശിശിര എന്നിവർ പറഞ്ഞു. 46 കോടി രൂപയാണ് പദ്ധതിക്ക് ചെലവ് പ്രതീക്ഷിക്കുന്നത്. പഞ്ചായത്തിന്റെ വികസന സ്വപ്നമായ കൃത്രിമ തടാകത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾ പഠന വിഷയമാക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്നും പദ്ധതിയുടെ പ്രാധാന്യത്തെയാണ് പഠനം സൂചിപ്പിക്കുന്നതെന്നും ഇളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് പറഞ്ഞു. ഇളവള്ളി ഗ്രാമപഞ്ചായത്തിലെ ജലസംഗമ ഭൂമിയായിട്ടുള്ള മണച്ചാൽ പ്രദേശത്ത് ഒരു കൃത്രിമ തടാകം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളായിട്ട് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോവുകയാണ്. വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിലെ
ബിടെക് സിവിൽ വിദ്യാർത്ഥികൾ, അവസാന വർഷ വിദ്യാർത്ഥികൾ ഈ പ്രദേശത്തെ ഈ പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ കൂടി എത്തിച്ചേർന്നത്. അതിൻ്റെ ഭാഗമായി അവർ വലിയ ഭൂഗർഭ ജലത്തിൻ്റെ അളവിനെ കുറിച്ചിട്ടുള്ള ഒരു സർവേ ഉൾപ്പെടെ നടത്തിയതിൻ്റെ ഭാഗമായി ഇതിന് ബദലായി നമുക്ക് ഈ വലിയ കൃത്രിമ തടാകത്തെ നമുക്ക് ബദലായി അവതരിപ്പിക്കപ്പെടാൻ പറ്റുമെന്നാണ് അവർ റിപ്പോർട്ടിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പറമ്പന്തളി മഹാദേവ ക്ഷേത്രത്തിലെ ഷഷ്ടി ആഘോഷങ്ങളുടെ ഭാഗമായി ഉത്സവ കമ്മിറ്റി ഭാരവാഹികളുടെയും പോലീസിന്റെയും സംയുക്ത യോഗം ചേർന്നു. മുല്ലശ്ശേരി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് KP ആലി അധ്യക്ഷത വഹിച്ചു. ദേവസ്വം മാനേജർ MB രത്നാകരൻ, പാവറട്ടി SHO കൃഷ്ണകുമാർ, SI വൈശാഖ് തുടങ്ങിയവർ നിർദ്ദേശങ്ങൾ നൽകി. വോളണ്ടിയർ ക്യാപ്റ്റൻ K ബിനോജ്, വിവിധ കമ്മിറ്റി ഭാരവാഹികളായ ഹരിദാസൻ കരുമത്തിൽ, അശോകൻ കുരിയക്കോട്ട്, PD രജീഷ്, ജിതിൻ മുള്ളത്ത്, അഭിലാഷ് മരക്കാത്ത് എന്നിവർ സംസാരിച്ചു. ബുധൻ, വ്യാഴം ദിവസങ്ങളിലാണ് പറമ്പന്തളി ഷഷ്ടി ഉത്സവം. ബുധനാഴ്ച വൈകിട്ട് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടക്കുന്ന ഗ്രാമപ്രദക്ഷിണങ്ങളോടെയാണ് ഷഷ്ടി ഉത്സവം ആരംഭിക്കുക. വിവാദ വിഷയങ്ങൾ ചർച്ചയാക്കി ജനങ്ങളുടെ ചിന്താശേഷിയെ പരീക്ഷിക്കുകയാണ് LDF സർക്കാർ ചെയ്തു വരുന്നതെന്ന് BMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് CG ഗോപകുമാർ പറഞ്ഞു. BMS കുന്നംകുളം മേഖലാ പ്രതിനിധി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BMS കുന്നംകുളം മേഖലാ പ്രസിഡന്റ് MC ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. BMS ജില്ലാ ട്രഷറർ വിപിൻ മംഗലം, BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബിജു കാവിലക്കാട്, മേഖലാ ട്രഷറർ SV പ്രേംദാസ് തുടങ്ങിയവർ സംസാരിച്ചു. വിങ്കടങ്ങ് തൊയക്കാവ് തെക്കേപുരയ്ക്കൽ ക്ഷേത്രത്തിൽ ഭണ്ഡാരം കുത്തിത്തുറന്ന് മോഷണം നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിലായി. തളിക്കുളം പുല്ലൂട്ടിപ്പറമ്പിൽ നജീബിനെയാണ് പാവറട്ടി ഇൻസ്പെക്ടർ KG കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞയാഴ്ചയാണ് മോഷണം നടന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിന്റെ ദീപശിഖയ്ക്ക് ജില്ലയിൽ സ്വീകരണം നൽകി. ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിന് വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ A അബൂബക്കർ, ഉപഡയറക്ടർ AK അജിത് കുമാരി, ഡയറ്റ് പ്രിൻസിപ്പൽ ശ്രീജ, ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ PV റഫീഖ്, DPO NK രമേശ്, വടക്കാഞ്ചേരി ഉപജില്ലാ ഓഫീസർ ശ്രീജ കുനിയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്കൂട്ടർ യാത്രികൻ മരിച്ചു. എയാൽ സ്വദേശി കാരങ്ങൽ 70 വയസ്സുള്ള അബൂബക്കറാണ് മരിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ച വെള്ളറക്കാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് സമീപത്താണ് അപകടമുണ്ടായത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഞായറാഴ്ച പുലർച്ചെയാണ് മരണം സംഭവിച്ചത്. എരുമപ്പെട്ടിയിൽ ITC റോഡിലുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നും കഞ്ചാവ് കണ്ടെത്തി. 2 കിലോയോളം തൂക്കം വരുന്ന കഞ്ചാവ് പഴയ ബാഗിൽ പൊതിഞ്ഞ നിലയിലാണ് കണ്ടെത്തിയത്. പരിസരവാസിയായി വീട്ടമ്മയാണ് ബാഗ് കണ്ടത്. തുടർന്ന് നാട്ടുകാർ എരുമപ്പെട്ടി പോലീസിൽ വിവരമറിയിച്ചു. ഇൻസ്പെക്ടർ ലൈജിമോന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തി കഞ്ചാവടങ്ങുന്ന ബാഗ് കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇതര സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. വടനപ്പള്ളി ഗണേശമംഗലത്ത് ചാളച്ചാകര. ഇടശ്ശേരി മുതൽ ഏങ്ങണ്ടിയൂർ വരെയുള്ള ബീച്ചിലെ വിവിധ ഭാഗങ്ങളിലായിരുന്നു ചാകരയുണ്ടായത്. ഇടയ്ക്കിടെ പല ഭാഗങ്ങളിൽ മീൻ കയറുന്നുണ്ട്. ദിവസങ്ങൾക്ക് മുൻപ് തളിക്കുളം, നാട്ടിക, ചാവക്കാട് എന്നിവിടങ്ങളിലെ ചാളക്കൂട്ടം കരക്കെത്തിയിരുന്നു. സംസ്കാര സാഹിതി കയ്പമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബാലചന്ദ്രൻ വടക്കേടത്തിനെ അനുസ്മരിച്ചു. മതിലകത്ത് നടന്ന അനുസ്മരണ സമ്മേളനം കവി ബക്കർ മേത്തല ഉദ്ഘാടനം ചെയ്തു. കടുത്ത വിമർശനങ്ങൾ ഉയരുമ്പോഴും ഗാന്ധിയൻ ആദർശങ്ങളിൽ അടിയുറച്ച കോൺഗ്രസുകാരനായിരുന്നു ബാലചന്ദ്രൻ വടക്കേടത്തെന്ന് ബക്കർ മേത്തല പറഞ്ഞു. സംസ്കാര സാഹിതി ചെയർമാൻ KK സഫർ അലി ഖാൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ ബഷീർ വടക്കൻ, സിനിമാ സംവിധായകൻ സിദ്ദിഖ് ഷമീർ, ചലച്ചിത്രതാരം ഷൈജൻ ശ്രീവത്സം, സംസ്കാര സാഹിതി മുൻ ചെയർമാൻ KB അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തിരൂർ CLC സംഘടനയുടെ നേതൃത്വത്തിൽ സാന്റാ മരിയ കോൺടെസ്റ്റ് നടന്നു. 80-ൽ പരം കുട്ടികൾ മാതാവിന്റെ വിവിധ വേഷങ്ങൾ ധരിച്ച് പള്ളി അങ്കണത്തിൽ അണിനിരുന്നത് ഭക്തജനങ്ങൾക്ക് വേറിട്ട അനുഭവമായി. വികാരി ഫാദർ പോൾസൺ പാലത്തിങ്കൽ, സഹവികാരി ഫാദർ ഡെബിൻ ഒലക്കെങ്കിൽ, CLC അംഗങ്ങൾ, കൈക്കാരന്മാർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. മനക്കൊടി 9-ാം വാർഡിൽ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച അംബേദ്കർ സബ് റോഡിന്റെ ഉദ്ഘാടനം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ് അധ്യക്ഷനായി. 100 മീറ്ററിൽ താഴെയുള്ള കോൺക്രീറ്റ് റോഡ് 2.25 ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മിച്ചത്. വാർഡംഗങ്ങളായ K രാഗേഷ്, CB പോൾ തുടങ്ങിയവർ സംസാരിച്ചു.
വലപ്പാട് ഉപജില്ല സ്കൂൾ കലോത്സവത്തിൽ ഉദ്ഘാടന സമ്മേളനത്തിനെത്തുന്ന അതിഥികൾക്ക് സമ്മാനിക്കാൻ ഹരിതോപഹാരം തയ്യാറാക്കി വലപ്പാട് GDM LP സ്കൂളിലെ വിദ്യാർത്ഥികൾ ഫലവൃക്ഷ തൈകളും സുഗന്ധവ്യഞ്ജന തൈകളും മുളക്കുംഭങ്ങളിൽ ചകിരിച്ചോറ് നിരത്തി പാകി മുളപ്പിച്ച തൈകളാണ് അതിഥികൾക്ക് ഉപഹാരമായി നൽകാൻ കുരുന്നുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. കലോത്സവ നഗരിയിൽ റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ അമ്പളി വാസുദേവിൽ നിന്ന് ജനറൽ കൺവീനർ AG സജിമോൻ ഏറ്റുവാങ്ങി. കടങ്ങോട് കിഴക്കുമുറി നെടിനിപ്പുഞ്ചയിലെ കുടിവെള്ള പദ്ധതി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നാൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ അംഗം KK മണി, വാർഡംഗം CV സുഭാഷ്, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ സൗമ്യ സുരേഷ്, ജാനകി പത്മജൻ, CH ലാഷ് എന്നിവർ സംസാരിച്ചു. കാട്ടകമ്പാൽ മാർ ഇഗ്നാത്തിയൂസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളി പെരുന്നാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. എഴുന്നള്ളിപ്പും പ്രദക്ഷിണവും പൊതുസദ്യയും ഉണ്ടായിരുന്നു. വികാരി ഫാദർ ജോസഫ് ചെറുവത്തൂർ, സഹവികാരി ഫാദർ ഗീവർഗീസ് K. വിൽസൺ, ട്രസ്റ്റി PC റെജിമോൺ, സെക്രട്ടറി റോഷൻ P. ജെയിംസ് എന്നിവർ പെരുന്നാൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. അരിമ്പൂർ 4-ാം വാർഡിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നിർമ്മിച്ച കോൺക്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ അധ്യക്ഷത വഹിച്ചു. 67 മീറ്റർ നീളത്തിലാണ് സ്നേഹതീരം റോഡ് നിർമ്മിച്ചത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ്, വാർഡംഗം സുധ സദാനന്ദൻ, CP പോൾ തുടങ്ങിയവർ സംസാരിച്ചു. വെളുത്തൂർ വിളക്കുമാടം കോൾപ്പടവിലെ വിത ഇറക്കലും 5 സ്ലൂയിസ് റാമ്പുകളുടെ ഉദ്ഘാടനവും നടന്നു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. പാടശേഖര സമിതി പ്രസിഡന്റ് KR സുധാകരൻ അധ്യക്ഷത വഹിച്ചു. 350 ഏക്കർ വരുന്ന പാടശേഖരത്തിലാണ് കൃഷി ഇറക്കുന്നത്. വയനാട് ദുരന്ത ബാധിതർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കർഷകരിൽ നിന്ന് സമാഹരിച്ച 10,000 രൂപ ചടങ്ങിൽ കൈമാറി. കൃഷി ഓഫീസർ സ്വാതി ബാബു, പാടശേഖര സമിതി സെക്രട്ടറി TP ഷിജു, അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ്, കാർഷിക വികസന സമിതി ചെയർമാൻ K. രാഗേഷ്, വാർഡംഗങ്ങളായ നീതു ഷിജു, CP പോൾ തുടങ്ങിയവർ സംസാരിച്ചു. ഓൺലൈൻ മാധ്യമപ്രവർത്തകൻ കബീർ കടങ്ങോടിനെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതി വാറന്റിന്റെ അടിസ്ഥാനത്തിലാണ് കബീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. വാഹന ഇടപാടുമായി ബന്ധപ്പെട്ട് സ്വകാര്യ വ്യക്തി നൽകിയ പരാതിയിൽ കബീറിനെതിരെ പോലീസ് വഞ്ചനാ കുറ്റത്തിന് കേസെടുത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരി കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. പ്രതിയായ കബീർ കോടതിയിൽ ഹാജരാകാത്തതിനെ തുടർന്ന് കോടതി വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് നടന്നത്. കോടതിയിൽ ഹാജരാക്കിയ കബീറിന് ജാമ്യം അനുവദിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7,320 രൂപ, പവന് 58,560 രൂപ, വെള്ളി ഗ്രാമിന് 103 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,370 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള പ്രചാരണം കൊഴുക്കുന്നു. ആരോപണ പ്രത്യാരോപണങ്ങൾ നിറഞ്ഞ ചേലക്കര പോര് ക്ലൈമാക്സിലേക്ക്. കൊടകര കുഴൽപ്പണ കേസിൽ തനിക്കെതിരെ നുണപ്രചരണം തുടർന്നാൽ ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വരുമെന്ന് BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ്. ശോഭാ സുരേന്ദ്രനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച് തിരൂർ സതീഷ്. ആരോപണം നിഷേധിച്ച് ശോഭാ സുരേന്ദ്രൻ. ഷൊർണൂരിൽ ട്രെയിൻ തട്ടിയുണ്ടായ അപകടത്തെ തുടർന്ന് കാണാതെ അയാളുടെ മൃതദേഹം കണ്ടെത്തി. സേലം സ്വദേശി ലക്ഷ്മണന്റെ മൃതദേഹമാണ് ഭാരതപ്പുഴയിൽ കണ്ടെത്തിയത്. ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 4 ആയി.
ഗുരുവായൂരിൽ ലോട്ടറി വിൽപ്പനക്കാരിയായ വയോധികയെ ആക്രമിച്ച ലോട്ടറിയും പണവും കവർന്നു. ഗുരുവായൂർ സ്വദേശിനി തങ്കമണിയാണ് ആക്രമണത്തിനിരയായത്. പ്രതികളെ ഉടൻ പിടികൂടണമെന്നാവശ്യപ്പെട്ട് ലോട്ടറി വിൽപ്പനക്കാർ പ്രകടനം നടത്തി. ഇരിങ്ങാലക്കുട കരുവന്നൂരിൽ വീട് കയറി കുടുംബത്തെ ആക്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. കരുവന്നൂർ സ്വദേശി അനൂപാണ് അറസ്റ്റായത്. കാറളം വെള്ളാനിയിൽ മദ്യലഹരിയിൽ യുവാവ് വീടിന് തീയിട്ടു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.